കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, അഭിഷേകം അന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവത്തിന്റെ വചനം 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 21-ാമത്തെ വചനഭാഗം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് ഒരു മാതൃകയായി വെച്ചേച്ചു പോകുന്നു. യേശു കർത്താവ് ക്രിസ്ത്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു മാതൃകയായിരുന്നു. ഈ മാനവകുലത്തിന്റെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിലേക്ക് നമുക്ക് വേണ്ടി കടന്നുപോയ യേശു കർത്താവ് അവന്റെ കാൽച്ചുവട് പിന്തുടരുവാനുള്ള ഒരു മാതൃകയാണ് യേശു നമുക്ക് വേണ്ടി വെച്ചു പോയിരിക്കുന്നത്. അവന്റെ കാൽച്ചുവട് പിന്തുടരുക എന്ന് പറഞ്ഞാൽ ഒന്നാമതായി തന്നെ നമുക്ക് കാണാൻ കഴിയും, അവൻ അനുസരണയുള്ള ഒരു കർത്താവായിരുന്നു. അവൻ അനുസരണയുടെ വഴി അവൻ കാണിച്ചു. തന്റെ മാതാപിതാക്കളെ അനുസരിച്ചുകൊണ്ട് 30 വർഷക്കാലം മാതാപിതാക്കൾ പറയുന്നതും കേട്ട് അതിനായി കടന്നു പോകാൻ കർത്താവിടയായി. അതുപോലെ തന്നെ മനസ്സലിവുള്ള മാതൃകയുള്ള ഒരു ദൈവമായിരുന്നു നമ്മുടെ കർത്താവ്. നിങ്ങളും മനസ്സലിവുള്ള ആളായിരിക്കണം, അനുസരണയുള്ള ദൈവമകനായിരിക്കണം. അതുപോലെ തന്നെ കർത്താവ് ആത്മീയ ശുശ്രൂഷയിൽ വലിയ മാതൃകയായിരുന്നു കർത്താവ്. യേശു കർത്താവ് നിയമം പാലിക്കുന്നതിലും പ്രാർത്ഥനയിലും അതുപോലെ താഴ്മയും വിനയവും ക്ഷമിക്കുന്നതിലെല്ലാം യേശു നമുക്ക് മാതൃകയായിരുന്നു. യേശുവിന്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ, അവരുടെ പ്രവർത്തനങ്ങളിൽ അവർ ക്ഷമിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് യേശു പറയുകയാണ്, നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 70 പ്രാവശ്യം. നല്ല മാതൃകയായിട്ടായിരുന്നു യേശു കർത്താവിന്റെ ജീവിതം. യേശു അതുകൊണ്ട് നമ്മളോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്കൊരു മാതൃകയായിരിക്കുന്നു, നിങ്ങൾ എൻ്റെ കാൽച്ചുവട് പിന്തുടരണം. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വഴി യേശുവിനെ ഒന്ന് നോക്കുകയാണ്. അവൻ നമുക്ക് വേണ്ടി ജീവിച്ച ജീവിത വഴികളെ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനത്തിൽ യേശു പറയാണ്, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. ഇതൊരു മാതൃകയാക്കിയാണ് യേശു നമ്മളോട് വഴിയും സത്യവും ജീവനുമായ യേശുവിന്റെ ആ പാതയെ പിന്തുടർന്ന് കടന്നു പോകുക എന്നത്. ഇങ്ങനെ കർത്താവിന്റെ കൂടെ ജീവിക്കുന്നത് എത്ര ഭാഗ്യമാണെന്നറിയാമോ? വേദനിക്കുന്ന, നിരാശപ്പെടുന്ന, ദുഃഖിക്കുന്ന, പ്രയാസപ്പെടുന്ന എല്ലാ സാഹചര്യത്തിലും നമുക്ക് വേണ്ടി ക്രൂശിൽ തന്റെ വേദനകളെല്ലാം വഹിച്ചവനാ കർത്താവ്. ഇതുപോലെ വേദന സഹിക്കുന്ന, വേദന വഹിക്കുന്ന ഒരു കർത്താവിന്റെ സ്നേഹത്തെ അനുഭവിച്ചുകൊണ്ട് വേണം അവന്റെ കൂടത്തിൽ നമുക്ക് കടന്നു പോകാൻ. അവന്റെ ശക്തിയും അഭിഷേകവും മഹത്വവും നമ്മുടെ മേലേക്ക് കടന്നു വരാൻ ഇടയാക്കും കർത്താവ്. സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മാതൃക കാണിച്ച, പ്രാർത്ഥിക്കുന്ന, ക്ഷമിക്കുന്ന കർത്താവിന്റെ സ്നേഹം നമ്മുടെ എല്ലാവരുടെ പേരും ഇന്ന് വെളിപ്പെടുവാൻ കർത്താവ് ഇടയാക്കട്ടെ. കർത്താവ് മഹത്വം എടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.